റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സംസ്ഥാനത്തെ മുഴുവൻ കരാർ താൽക്കാലിക ജീവനക്കാർക്കും ശമ്പളം വർദ്ധിപ്പിച്ച് ഉത്തരവിറക്കി സർക്കാർ. ഏപ്രിൽ 1 മുതൽ ജീവനക്കാർക്ക് 5% വീതമുള്ള വേതന വർധനയുണ്ടാകും. എന്നാൽ ഈ വേതന വർധന ആശാ വർക്കർമാർക്ക് ബാധകമല്ല. കാരണം അവർ താൽക്കാലിക തൊഴിലാളികളല്ല, കരാർ തൊഴിലാളികളല്ല, അവർ സ്കീം വർക്കേഴ്സ് മാത്രമാണ്. സംസ്ഥാനത്ത് ആകെയുള്ള കരാർ താൽക്കാലിക ദിവസവേതന ജീവനക്കാരിൽ 90% പേരും LDF സർക്കാർ വന്ന ശേഷം നിയമിക്കപ്പെട്ടവരാണെന്നാണ് ഏകദേശ കണക്ക്. TV പ്രസാദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, താൽക്കാലിക കരാർ ജീവനക്കാർക്ക് ആശ്വാസകരമാകുമെങ്കിലും ആശാവർക്കർമാരടക്കമുള്ള സ്കീം വർക്കർമാർക്ക് ഈ വർധന കൊണ്ടൊരു പ്രയോജനവുമില്ല. മാത്രവുമല്ല, ഇതിന്റെ പ്രയോജനം ലഭിക്കുക LDF സർക്കാരിന്റെ കാലത്ത് വന്നവർക്കും മറ്റ് സമയത്ത് വന്നവർക്കും ഒക്കെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ അവശേഷിക്കുന്നത് കൂടുതലും LDF സർക്കാരിന്റെ കാലത്ത് നിയമിക്കപ്പെട്ടിരിക്കുന്ന താൽക്കാലിക ജീവനക്കാരാണല്ലേ TV പ്രസാദ്? ഉറപ്പായും അരുൺ. പക്ഷേ ഈ ഒരു ശമ്പള വർധന വിമർശന വിധേയമാകുന്നത് സംസ്ഥാനത്ത് ഇന്ന് ജോലി ചെയ്യുന്ന കരാർ താൽക്കാലിക ദിവസവേതന ജീവനക്കാരിൽ ബഹുഭൂരിപക്ഷവും പിൻവാതിലിലൂടെ നിയമനം നേടിയവരാണ് എന്നതാണ്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ജോലിയിൽ പ്രവേശിച്ചവർ തുലോം കുറവാണ്. ആരോഗ്യവകുപ്പിലൊക്കെയുള്ള കണക്ക് നമ്മൾ എടുത്തതാണ്. ആരോഗ്യവകുപ്പിൽ മാത്രം ഏതാണ്ട് 15,000-ലധികം ആളുകളാണ് ഇപ്പോഴും കരാർ താൽക്കാലിക ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നത്. ഈ ഒരൊറ്റ വകുപ്പിൽ മാത്രം 15,000 ആണെങ്കിൽ സംസ്ഥാനത്തെമ്പാടും എത്രത്തോളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഏകദേശ ഒരു ഊഹം ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ എത്ര ജീവനക്കാരാണ് എന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ പക്കൽ പോലും കണക്കില്ല എന്ന നിയമസഭാ രേഖയും നമ്മൾ പുറത്തുവിട്ടതാണ്. അരുണ് പറഞ്ഞതുപോലെ ആശാവർക്കർമാർ കരാർ താൽക്കാലിക ദിവസവേതനക്കാർ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ 5% വേതന വർധനവ് അവർക്ക് ബാധകമല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കണക്ക് കൂട്ടിയെടുക്കുന്ന കണക്ക് പ്രകാരം അരുൺ, LDF സർക്കാർ അധികാരത്തിൽ എത്തിയതിന് ശേഷമാണ് നിലവിൽ ജോലി ചെയ്യുന്നതിൽ 90% ഇപ്പോൾ നിലവിലുള്ളത്. കാരണം അതാത് സർക്കാരുകൾ മാറി മാറി വരുമ്പോൾ നേരത്തെ നിയമിച്ച കരാർ താൽക്കാലിക ദിവസവേതനക്കാരെ മിക്കവാറും ആളുകളെ പറഞ്ഞുവിടും. 2016 അധികാരത്തിൽ എത്തിയതിനു ശേഷം 9ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ തന്നെ പല കരാർ താൽക്കാലിക ദിവസവേതന ജീവനക്കാരും അവരുടെ ജോലി സ്ഥിരപ്പെടുത്തണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നു കഴിഞ്ഞു, അതീവ രഹസ്യമായി. പക്ഷേ അത് പാടില്ല എന്ന് ഉത്തരവിൽ പറയുന്നുണ്ടെങ്കിലും നേരത്തെ തന്നെ നമുക്കറിയാം, 1ാം പിണറായി സർക്കാർ അവസാനിക്കുന്ന ഘട്ടത്തിൽ CDT ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളിൽ 100 കണക്കിന് ആളുകളെയാണ് സ്ഥിരപ്പെടുത്തിയത് എന്നുള്ളതും നമുക്ക് മുന്നിലുള്ള കാര്യമാണ്. എന്തായാലും ഇപ്പോൾ ജോലി ചെയ്യുന്നവർക്കൊരാശ്വാസമാണ്. പക്ഷേ ഈ ആശ്വാസം കിട്ടുന്നതാകട്ടെ പിൻവാതിലൂടെ നിയമനം നേടിയവർക്കാണ് എന്നുള്ളതാണ് ഇതിലെ ഗൗരവമായ ഒരു കാര്യം. അരുൺ, TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. 5% വർധനയാണ് താൽക്കാലിക ജീവനക്കാർക്കും കരാർ ജീവനക്കാർക്കും ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്ഥിര നിയമനത്തിന് അർഹതയില്ലെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. TV പ്രസാദാണ് നമുക്കൊപ്പം ചേർന്നത്.